അവിടെ എത്തിയ ഉടനെ എന്നെ വിളിക്കണേ. ഓ മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു, എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോളൂ, നിനക്ക് എത്ര നേരം വേണം അത്രയും നേരം നീ ഇവിടെ ഇരുന്നോ, അങ്ങനെയൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ. ഇതിന് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ 2 ഫ്രേസസ് ഉണ്ട്. അതാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത്. തുടങ്ങാം. 2 ഫ്രേസസ് ആണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. ഒന്ന് ആസ് സൂൺ ആസ്, ഒന്ന് ആസ് ലോങ് ആസ്. അതിൽ ആസ് സൂൺ ആസ് ആണ് ഭയങ്കര എളുപ്പമുള്ള ഫ്രേസ്. ആകെ ഒരു അർത്ഥം അതിനുള്ളൂ. അപ്പോൾ അത് എളുപ്പം പഠിക്കാം. പഠിച്ചാൽ നിങ്ങൾ ഇന്ന് തന്നെ അത് എവിടെയെങ്കിലും ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് ഒന്ന് നോക്കാം. നീ വീട്ടിലെത്തിയ ഉടനെ എന്നെ വിളിക്കണം. അതെങ്ങനെ പറയും? അപ്പോൾ വീട്ടിലെത്തുന്ന ഉടനെ, ആസ് സൂൺ ആസ് യു റീച്ച് ഹോം. അപ്പോൾ ആസ് സൂൺ ആസ് ഒരുമിച്ച് വരും. ആസ് സൂൺ ആസ് എന്ത് സംഭവിക്കുമ്പോൾ? നീ വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ യു റീച്ച് ഹോം. അപ്പോൾ റീച്ച്ഡ് ഹോം എന്നൊന്നുമില്ല കേട്ടോ, റീച്ച് ഹോം. ആസ് സൂൺ ആസ് യു റീച്ച് ഹോം എന്താ ചെയ്യേണ്ടത്? എന്നെ വിളിക്കണം. കോൾ മീ. ഒരു കാര്യം സംഭവിച്ച ഉടനെ അതിൻ്റെ കൂടെയാണ് ആസ് സൂൺ ആസ്. ആസ് സൂൺ ആസ് യു റീച്ച് ഹോം, കോൾ മീ. അപ്പോൾ ഇത് ക്ലിയർ ആയോ? ട്രെയിന് കിട്ടിയ ഉടനെ എന്നെ വിളിക്കണേ, അതെങ്ങനെ പറയും? ആസ് സൂൺ ആസ് യു ഗെറ്റ് ഓൺ ദ ട്രെയിൻ അല്ലെങ്കിൽ ഗെറ്റ് ഓൺ ദ ബസ്, കോൾ മീ. അപ്പോൾ നമുക്ക് വളരെ ഉപകാരമുള്ള സെൻറ്റൻസ് ആണ് ഇത്. എവിടെയെങ്കിലുമൊക്കെ ഇന്ന് തന്നെ ഒന്ന് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ അത് വീണ്ടും മറന്നു പോകും. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ കാണുന്ന സമയത്ത് ഓർമ്മയുണ്ടാവും, പിന്നെ മറന്നു പോകുന്നു. അത് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സെൻറ്റൻസ് അല്ലേ. ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറയുക, നിങ്ങൾ എത്തിയ ഉടനെ വിളിക്കണം, അല്ലെങ്കിൽ അവനെ കണ്ട ഉടനെ എന്നെ വിളിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആസ് സൂൺ ആസ് യു റീച്ച് ദെയർ, കോൾ മീ. ഓക്കെ. അല്ലെങ്കിൽ വേറെ ഇതുമാതിരി ഒരു സന്ദർഭം പറയാം കേട്ടോ നമ്മൾ ഉപയോഗിക്കാൻ ചാൻസ് ഉള്ളത്. മഴ വരാൻ പോകുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോളൂ, അങ്ങനെ പറയില്ലേ. അപ്പോൾ ലീവ് ആസ് സൂൺ ആസ് പോസിബിൾ. എത്രയും വേഗം ഇറങ്ങാൻ പറ്റുമോ അത്രയും വേഗം ഇറങ്ങൂ എന്നാണ് ലീവ് ആസ് സൂൺ ആസ് പോസിബിൾ. അല്ലെങ്കിൽ ഒരു ബസ് സമരം ഉണ്ട്, നീ ബസ് കിട്ടാതെ എങ്ങനെ കുടുങ്ങി കിടന്നാലോ, ലീവ് ആസ് സൂൺ ആസ് പോസിബിൾ. ഒന്നും നോക്കണ്ട, ഇറങ്ങിക്കോളൂ, പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ ഇറങ്ങിക്കോളൂ. ലീവ് ആസ് സൂൺ ആസ് പോസിബിൾ. അപ്പോൾ ഈ ആസ് സൂൺ ആസ് പോസിബിൾ ഇത് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ട് വരുന്നതാണ്. എത്രയും പെട്ടെന്ന്, അതാണ് ആസ് സൂൺ ആസ് പോസിബിൾ. ഈ വർക്ക് എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കൂ. ഡു ദിസ് ആസ് സൂൺ ആസ് പോസിബിൾ. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത്രയും നേരത്തെ നിങ്ങൾ ചെയ്യൂ, അതാണ് അർത്ഥം. ഇനി അടുത്ത ആൾ ആസ് ലോങ് ആസ്. ഇയാൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിന് കുറേ മീനിങ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ് വരും. പക്ഷേ ഡിഫിക്കൽട്ട് ആവുന്നത് നമുക്കത് അറിയാത്തപ്പോഴാണ്. ഞാനത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര എളുപ്പമാവും കേട്ടോ. ഞാൻ ഉറപ്പ് വരും ഇത് ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ്. പക്ഷേ ഇത് നമുക്ക് കുറേ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ചിരിക്കും കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു കുഞ്ഞു കുട്ടിക്ക് ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവൻ ആ ഷർട്ടൊക്കെ കിട്ടി ഭയങ്കര സന്തോഷമായി. വൈകുന്നേരം വീട്ടിൽ അച്ഛനൊക്കെ വന്നപ്പോൾ പറയുക, എനിക്കൊരു ഷർട്ട് കിട്ടി, ഇത്രയും നീളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കില്ലേ, അതിന് എത്ര വലുപ്പമുണ്ട്, ഹൗ ബിഗ് ഇസ് ഇറ്റ്, അങ്ങനെ ചോദിക്കാം, എത്ര വലുപ്പമുള്ളതാണ്. അപ്പോൾ കുട്ടി പറയാണ്, കുട്ടികൾ പറയുമ്പോൾ പൊതുവെ ഇങ്ങനെ കൂട്ടി പറയില്ലേ, അത് എൻ്റെ മുട്ട് വരെ നീളമുണ്ട്. ദ ഷർട്ട് ഇസ് ആസ് ലോങ് ആസ് മൈ നീ. അപ്പോൾ നീ എന്ന് വെച്ചാൽ മുട്ട്. അപ്പോൾ അത്രത്തോളം നീളമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ആസ് ലോങ് ആസ് ഒരു രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കമ്പയർ ചെയ്ത് നമ്മൾ പറയില്ലേ, എൻ്റെ ഒരു പെൻസിലുണ്ട്, ഇത്രയും നീളമുണ്ട്, എൻ്റെ കൈ വരെ നീളമുണ്ട്. ദ പെൻസിൽ ഇസ് ആസ് ലോങ് ആസ് മൈ ഹാൻഡ്. ഇപ്പോൾ കുട്ടികൾ പറയുമ്പോൾ കൂട്ടി പറയുന്ന, അല്ലാണ്ട് തന്നെ നമ്മൾ പറയാലോ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു കയറുണ്ട്, ഇറ്റ് ഈസ് ആസ് ലോങ് ആസ് ദിസ് ബെഡ്. ഈ ബെഡിൻ്റെ നീളം ഉണ്ടാവും അതിന്. അങ്ങനെ കമ്പയർ ചെയ്ത് ഇത്രയും നീളമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആസ് ലോങ് ആസ്. അപ്പോൾ ലോങ് എന്ന് പറയുമ്പോൾ നീളം എന്നുള്ള ആ സാധാരണ അർത്ഥം വെച്ചിട്ടുള്ള ഒരു മീനിങ് ആണ് ആസ് ലോങ് ആസ്, ഇത്രയും നീളം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറയാം, നീ വിചാരിക്കുന്ന അത്ര നീളമൊന്നും അതിനില്ല. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ആസ് ലോങ് ആസ് യു തിങ്ക്. നീ വിചാരിക്കുന്ന അത്ര, ആസ് ലോങ് ആസ് യു തിങ്ക്, അത്രയൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ആസ് ലോങ് ആസ് യു തിങ്ക്. അല്ലെങ്കിൽ നീ പറയുന്നത്ര നീളമൊന്നുമില്ല അതിന്. അതെങ്ങനെ പറയും? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ആസ് ലോങ് ആസ് യു സേ. നീ പറയുന്നത്ര നീളമൊന്നുമില്ല. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് അവിടെ വേണമെന്നില്ല കേട്ടോ. ഇറ്റ് ഈസ് നോട്ട് ആസ് ലോങ് ആസ് യു തിങ്ക്, അങ്ങനെ പറയാം. ഇത് അത്രയും നീളം ഇല്ല. അപ്പോൾ ഈ സാധാരണ അർത്ഥം ആസ് ലോങ് ആസ്, ഇത്രയും നീളം, ഇതിൻ്റെ അത്രയും നീളമുണ്ട് എന്ന് പറയുന്ന ആ സംഭവം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തെ മീനിങ് ആദ്യത്തെ മീനിങ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു മീനിങ് ആണ് കേട്ടോ. ഇങ്ങനെ ആണെങ്കിൽ, അങ്ങനെ പറയില്ലേ, അങ്ങനെ ഒരു മീനിങ് ഉണ്ട് ആസ് ലോങ് ആസ്. നീ വരികയാണെങ്കിൽ ഞാനും വരാം, അല്ലെങ്കിൽ നീ ഉണ്ടെങ്കിൽ ഞാനും വരാം. ഐ വിൽ കം ആസ് ലോങ് ആസ് യു ആർ ദെയർ. നീ ഉണ്ടെങ്കിൽ, ആസ് ലോങ് ആസ് യു ആർ ദെയർ. അപ്പോൾ യു ആർ ദെയർ എന്ന് വെച്ചാൽ നീ അവിടെ ഉണ്ടെങ്കിൽ എന്നല്ല അർത്ഥം കേട്ടോ. നീ ഉണ്ടെങ്കിൽ, ആസ് ലോങ് ആസ് യു ആർ ദെയർ ഐ വിൽ കം. നീ വരുന്നുണ്ടെങ്കിൽ ഞാനും വരും, അതാണ് അതിൻ്റെ അർത്ഥം. വേറൊരു ഉദാഹരണം പറയാം. ഫ്രീ ആണെങ്കിൽ ഞാൻ പോവും. അതെങ്ങനെ പറയും?
ഐ വിൽ ഗോ ഇഫ് ഇറ്റ്സ് ഫ്രീ അങ്ങനെ പറയാം അല്ലേ. അല്ലെങ്കിൽ ആസ് ലോങ് എസ് ഉപയോഗിച്ച് എങ്ങനെ പറയും? ഐ വിൽ ഗോ ആസ് ലോങ് എസ് ഇറ്റ്സ് ഫ്രീ. അതിന് പ്രത്യേകിച്ച് കാശൊന്നുമില്ല. അപ്പോൾ ഒരു പരിപാടിയാണെങ്കിൽ എൻട്രി ഫീ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ പോവും. ആസ് ലോങ് എസ് ഇറ്റ്സ് ഫ്രീ ഐ വിൽ ഗോ, അല്ലെങ്കിൽ ഐ വിൽ ഗോ ആസ് ലോങ് എസ് ഇറ്റ്സ് ഫ്രീ. അപ്പോൾ ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് ആസ് ലോങ് എസ് വരുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി മൂന്നാമതൊരു ഡിഫറെൻറ്റ് മീനിങ് കൂടെ ആസ് ലോങ് എസിന് വരുന്നുണ്ട്. അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അത് സമയത്തെക്കുറിച്ചാണ്. അപ്പോൾ ലോങ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞു നീളം, എന്തെങ്കിലും ഒരു വസ്തുവിന് ഇത്രത്തോളം നീളം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയാൻ. രണ്ടാമത് പറഞ്ഞത് ഇഫ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് പോലെ. മൂന്നാമത് പറയുന്നത് ദൈർഘ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയത്തിൻ്റെ ഡ്യൂറേഷൻ, ദൈർഘ്യം. അത് പറയാൻ വേണ്ടിയിട്ടും ആസ് ലോങ് എസ് പറയും. നിനക്കിവിടെ എത്ര നേരം ഇരിക്കണോ അത്രയും നേരം ഇരുന്നോ അങ്ങനെ പറയില്ല നമ്മൾ. അതെങ്ങനെയാണ് പറയുക? യു ക്യാൻ സിറ്റ് ഹിയർ ആസ് ലോങ് ആസ് യു ലൈക്ക്. നിനക്ക് ഇഷ്ടമുള്ള അത്രത്തോളം സമയം ഇവിടെ ഇരിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. യു ക്യാൻ സിറ്റ് ഹിയർ ആസ് ലോങ് ആസ് യു ലൈക്ക്. നിനക്ക് രാത്രി മുഴുവൻ ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരുന്നോളും. യു ക്യാൻ സിറ്റ് ഹിയർ ആസ് ലോങ് ആസ് യു ലൈക്ക്. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ എത്ര സമയം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം എന്നുള്ള അർത്ഥമല്ലാണ്ട് ഒരു കൃത്യസമയം പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ക്ലാസ് 2 മണിക്കൂറോളം ഉണ്ടാവും അങ്ങനെ നമ്മൾ പറയില്ലേ? അതിങ്ങനെ പറയും. അപ്പോൾ ഇത്രത്തോളം എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ദ ക്ലാസ് ക്യാൻ ബി ആസ് ലോങ് ആസ് 2 hours. 2 മണിക്കൂർ വരെ ഒക്കെ ഈ ക്ലാസ് ഉണ്ടാവാം എന്നുള്ള അർത്ഥത്തിൽ ദ ക്ലാസ് ക്യാൻ ബി ആസ് ലോങ് ആസ് 2 hours. അപ്പോൾ അവിടെ നമ്മൾ ക്ലാസ് ക്യാൻ ബി അങ്ങനെ പറഞ്ഞു. അവിടെ ക്യാൻ ഉപയോഗിച്ചു അല്ലേ? ഇത്രത്തോളം ഉണ്ടാവാം എന്നുള്ള ആ അർത്ഥം വരാൻ വേണ്ടിയിട്ട് ദിസ് ക്യാൻ ബി. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, ക്യാൻ ബി. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം ഇത്ര നേരത്തോളം ഉണ്ടാവാം എന്ന് പറയാൻ വേണ്ടിയിട്ട് ദാറ്റ് ക്യാൻ ബി ആസ് ലോങ് ആസ് ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഇത്ര മിനിറ്റ്. അതുപോലെ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ്, നിനക്ക് എത്ര സമയം വേണം അത്രത്തോളം സമയം ഇവിടെ ഇരിക്കാം. യു ക്യാൻ സിറ്റ് ഹിയർ ആസ് ലോങ് ആസ് യു ലൈക്ക്. ഇപ്പോൾ ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവുന്നത് യു ക്യാൻ സിറ്റ് ഹിയർ എന്ന് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അവിടെ ബി വന്നില്ലല്ലോ. മറ്റേ സ്ഥലത്ത് ദ ക്ലാസ് ക്യാൻ ബി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബി ഉപയോഗിക്കുക? അതെന്താണെന്ന് മനസ്സിലായോ വ്യത്യാസം? അവിടെ സിറ്റ് എന്ന് വന്നില്ലേ, യു ക്യാൻ സിറ്റ് ഹിയർ. അവിടെ സിറ്റാണ് ആ പ്രവൃത്തി, എനിക്ക് അവിടെ ഇരിക്കാം. മറ്റേ സ്ഥലത്ത് എന്തായിരുന്നു? ആ സെൻറ്റൻസിൻ്റെ വേറൊരു ടെൻസിൽ പറയുകയാണെങ്കിൽ ദ ക്ലാസ് ഇസ് 2 hours അങ്ങനെ പറയാം അല്ലേ? അവിടെ ഇസ് അല്ലേ വേർബ് തന്നെ. ഈ ബി എന്നുള്ള വേർബിൻ്റെ ഒരു ഫോമാണ് ഇസ് എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ഈ ബീനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ ഇടയിൽ ലിങ്ക് ചെയ്യാം കേട്ടോ. അതൊന്നും അറിയാത്തവർ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ അവിടെ ബി ആണ് അവിടെ വേർബ് എന്ന് വെച്ചാൽ അങ്ങനെയാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് ക്യാൻ ബി. ദ ക്ലാസ് ക്യാൻ ബി ആസ് ലോങ് ആസ് 2 hours. 2 മണിക്കൂർ വരെ അതാവാം എന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്നറിയോ? എനിക്ക് 2 മണിക്ക് ഇറങ്ങണമായിരുന്നു, ഈ ക്ലാസ് തീർന്നിട്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഒരു ഫ്രണ്ടിനോട് പറയുമ്പോൾ, ഓ അത് ഉറപ്പില്ല കേട്ടോ, ദിസ് ക്യാൻ ബി ആസ് ലോങ് ആസ് 2 hours. 2 മണിക്കൂറോളമൊക്കെ ഈ ക്ലാസ് ആവാം, അപ്പം നിനക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോ, തീരാൻ നിൽക്കണ്ട കേട്ടോ. അതാണ് കോണ്ടെക്സ്റ്റ് കേട്ടോ. അപ്പം ആദ്യത്തെ ചോദ്യം പറയാം. നീ കൃത്യസമയത്ത് എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഈ ബുക്ക് തരാം. അതെങ്ങനെയാണ് പറയാം? അപ്പോൾ ഞാൻ ഈ ബുക്ക് തരാമെന്ന് പറയുമ്പോൾ ഐ വിൽ ഗിവ് യു ദ ബുക്ക് എന്ന് പറയരുത്. ഞാൻ എൻ്റെ ബുക്ക് നിനക്ക് കടമായിട്ട് തരുമല്ലേ. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ പൊതുവെ നമ്മൾ ലെൻഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. എന്തെങ്കിലും കടം കൊടുക്കുന്നതിന് ലെൻഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. കടം സ്വീകരിക്കുന്നതോ ബോറോ, ഞാൻ നിൻ്റെ അടുത്ത് കടം വാങ്ങിക്കുക, ബോറോ. അപ്പോൾ ഇവിടെ എന്താ വരിക? നിങ്ങൾ ആസ് ലോങ് എസ് ആ സെൻറ്റൻസ് സ്ട്രക്ചർ കറക്റ്റായിട്ട് ഉണ്ടാക്കുക. നിങ്ങൾക്ക് വേണ്ട എസെൻഷ്യൽ വേർഡ്സ് ഒന്ന് ലെൻഡ്. ഐ വിൽ ലെൻഡ് യു ദ ബുക്ക്. ഞാൻ നിനക്ക് ബുക്ക് തരാം. എനിക്കത് കൃത്യസമയത്ത് തിരിച്ചു വേണം, അങ്ങനെ പറയാം. തിരിച്ചു വേണം, റിട്ടേൺ. അപ്പോൾ നീ ഇത് കൃത്യസമയത്ത് എനിക്ക് തിരിച്ചു തരണം, റിട്ടേൺ ഇറ്റ് ഓൺ ടൈം എന്നൊക്കെ പറയാം. അടുത്ത സെൻറ്റൻസ്, കുട്ടികൾക്ക് എത്ര നേരം വേണമെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള അത്രയും നേരം ഇവിടെ കളിക്കാം. അപ്പോൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ എന്ന് പറയാം, അല്ലെങ്കിൽ കിഡ്സ് എന്ന് പറയാം. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള അത്രത്തോളം നമ്മൾ നേരത്തെ സെൻറ്റൻസിൽ പഠിച്ചതാണ്, അതേപോലത്തെ സെൻറ്റൻസാണ് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് നല്ല ഓർമ്മയിൽ നിൽക്കും. ഇനിയുണ്ടൊരു ചോദ്യം, അവൾ അവൻ്റെ കൂടെ ആണെങ്കിൽ അവൾ സന്തോഷമായിട്ടിരിക്കും. അതെങ്ങനെ പറയും? അവൾ അവൻ്റെ കൂടെ ആണെങ്കിൽ അതെങ്ങനെ പറയും? അവൾ അവൻ്റെ കൂടെയാണ്, അതെങ്ങനെ പറയും? ഷീ ഈസ് വിത്ത് ഹിം. അങ്ങനത്തെ അവസ്ഥ ആവുന്നിടത്തോളം അവൾ സന്തോഷവതിയായിരിക്കും. ഷീ വിൽ ബി ഹാപ്പി. അപ്പോൾ അത് വെച്ചിട്ട് ഷീ വിൽ ബി ഹാപ്പി എപ്പോഴാണ്? ഷീ ഈസ് വിത്ത് ഹിം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ആ സെൻറ്റൻസ് ഉണ്ടാക്കും കേട്ടോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ പലപ്പോഴും ഓരോ TV ഷോസിലൊക്കെ ഗെയിംസൊക്കെ നടക്കുമ്പോൾ കേൾക്കാറുള്ള സെൻറ്റൻസാണ്. ഒരു ബസർ ഉണ്ടാവും അല്ലേ, ഇങ്ങനെ പോയിട്ട് അടിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് അത് അടിക്കാൻ പറ്റണോ അത്രത്തോളം പെട്ടെന്ന് പോയി അടിക്കൂ. ശബ്ദം കേട്ട ഉടനെ പോയി അടിക്കൂ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് ബസർ അടിക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾ അടിക്കണം. അതിങ്ങനെ പറയും. അപ്പോൾ അതിന് ബസർ അടിക്കുന്നത് ഹിറ്റ് ദ ബസർ, അങ്ങനെ പറയാം, ഹിറ്റ് ദ ബസർ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നേരത്തെ പറ്റുമോ
അത്രയും വേഗത്തിൽ അത് ചെയ്യൂ. അതെങ്ങനെ ഉണ്ടാക്കും? ചോദ്യങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നില്ലേ? ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബി ഒക്കെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ നല്ലൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാനിവിടെ ലിങ്ക് ചെയ്യാം. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.